അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ ചേരുകയാണ് അമൃത വാർത്തകളോട് പ്രതികരണത്തിനായി. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, മാതൃകാപരമായ ഒരു ശിക്ഷ, അവരുടെ മകന് നീതി കിട്ടിയോ? നീതി കിട്ടിയോ എന്നുള്ള വേറൊരു ചോദ്യമാണ്. ഈ ചെറുപ്പക്കാരനെ കൊന്നത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്, കുറ്റകരമാണ്, ശിക്ഷ അർഹിക്കുന്ന കാര്യവുമാണ്. പക്ഷെ തൂക്കിക്കൊല്ലാൻ മാത്രമുള്ള ഒരു ഗൗരവം ഈ കേസിനുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ. തൂക്കിക്കൊല്ലാനുള്ള കേസ്, തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള കേസ് ജില്ലാ ജഡ്ജിക്ക് വിധിക്കാൻ അധികാരമുള്ളൂ. തൂക്കിക്കൊല്ലണമെങ്കിൽ ഹൈക്കോടതി സ്ഥിരീകരിക്കണം. അതിന് വേറെ നടപടിക്രമമുണ്ട്. ഇനിയിപ്പോൾ ഈ കേസിന്റെ കെട്ട് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയിലേക്ക് അയച്ചു കൊടുക്കണം. പ്രതി അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഹൈക്കോടതി ഈ കേസിന്റെ മുഴുവൻ രേഖകളും കടലാസുകളും വായിച്ചു നോക്കി ഇത് തൂക്കാൻ ഭാഗത്തിന് ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് വധശിക്ഷ നടപ്പാക്കാൻ പറ്റൂ. ഇവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ വേണ്ടത്ര സാഹചര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയാവുന്ന ഒന്നും ഈ കേസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലുള്ള എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്, നടക്കുന്നുണ്ട്. അതിനൊക്കെ കൊടുക്കുന്ന സാധാരണ ശിക്ഷ ജീവപര്യന്തം കഠിനതടവാണ്. ഇവിടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ പോലും ഇല്ലേ എത്ര പൈശാചികമായ രീതിയിലാണ് കൊലപാതകം നടത്തി. അപ്പോൾ ഭയാനകമായ രീതിയിൽ നടത്തുന്ന കൊലപാതകങ്ങൾക്ക്, പൈശാചികമായി നടത്തുന്ന കൊലപാതകങ്ങൾക്ക് പോലും ജീവപര്യന്തമാണ് സാധാരണ ശിക്ഷ. ഇനി വധശിക്ഷ വിധിക്കണമെങ്കിൽ വല്ല ഇന്ദിരാഗാന്ധിയെ കൊന്ന പോലത്തെ കേസോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ ബോംബ് പൊട്ടിച്ച് കൊന്ന പോലത്തെ കേസോ അങ്ങനെയുള്ള കേസുകളിലാണ്. അതും അല്ലെങ്കിൽ നിർഭയ കേസ് നമുക്ക് ഓർമ്മയില്ല. അതുപോലെയുള്ള കേസുകളിൽ അപൂർവത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കേസുകളിലാണ് സാധാരണ ഇങ്ങനെയുള്ള ശിക്ഷ വിധിക്കുക. ഇപ്പൊ സ്വാമി ശ്രദ്ധാനന്ദയുടെ കേസിലാണ് സുപ്രീം കോടതി ഇതുപോലെ വളരെ ശക്തമായ നിരീക്ഷണം നടത്തി. അത് ഈ രംഗത്തെ ഒരു നാഴികക്കല്ല. അതിൽ കാമുകൻ ആയ ഒരു സന്യാസി, ഒരു കള്ള സന്യാസി, കാമുകി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയിൽ നിന്ന് അവരുടെ സ്വത്തുക്കൾ മുഴുവനും കരസ്ഥമാക്കിയതിനു ശേഷം ഇവരെ ജീവനോടെ മണ്ണിൽ ഇട്ട് മൂടി ജീവനോടെ കുഴിച്ചിട്ട കേസ്. അത് പിന്നീട് കുറ്റം കണ്ടെത്തുകയും പോലീസ് അന്വേഷിക്കുകയും കുറ്റക്കാരൻ ആണ് സ്വാമി എന്ന് പൂർണ്ണമായി തെളിയുകയും ചെയ്തതിനു ശേഷം വിചാരണ കോടതിയും കർണാടക ഹൈക്കോടതിയും ഇയാൾക്ക് മരണശിക്ഷ വിധിച്ചു. സുപ്രീം കോടതി വന്നപ്പോൾ പറഞ്ഞു ഇത് അപൂർവത്തിൽ അത്യപൂർവം എന്ന് പറയാവുന്ന വധശിക്ഷ അർഹിക്കുന്ന ഒരു കേസല്ല, അതുകൊണ്ട് ഇയാൾക്ക് 30 കൊല്ലം തടവ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ശിക്ഷ ലഘൂകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് സാധാരണ ഈ വധശിക്ഷ വിധിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാറില്ല. ഇവിടെ ജില്ലാ ജഡ്ജി നോക്കിയപ്പോൾ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്ത വരുന്ന കേസാണ്. എന്നാൽ ശരി, തൂക്കിക്കളയാം എന്ന് കരുതി അദ്ദേഹം തൂക്കിശിക്ഷ വിധിക്കുക, അതിനെ തുടർന്ന് നിമ്പ് കുത്തിയൊടിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വികാരപരമായ ഒരു ഇടപെടൽ, ഒരുപക്ഷെ ഷാരോൺ രാജിന്റെ കുടുംബത്തോടുള്ള വികാരപരമായ ഒരു ഇടപെടൽ ഇത്തരമൊരു വിധിയിലേക്ക് ഒരു പക്ഷേ നയിച്ചിട്ടുണ്ടാകാമോ? അങ്ങനെ നമുക്ക് കരുതാമോ? കേട്ടാൽ തന്നെ അറിയാമല്ലേ, അത് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. കുറ്റം തെളിഞ്ഞു എന്ന് വിചാരിക്കുക, കുറ്റം തെളിഞ്ഞു എന്ന് നമ്മൾ അംഗീകരിക്കും. എങ്കിൽ തന്നെ ഇതിലെ അപൂർവത്തിൽ അത്യപൂർവം എന്ന് കണ്ടെത്തിയിട്ട് തൂക്ക് ദണ്ഡന വിധിക്കാൻ പാകത്തിനൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും ഇല്ല. വികാരപരമായിട്ട് തന്നെയാണ് കോടതി വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ശിക്ഷാ പ്രസ്താവത്തിന്റെ ഓരോ വരികളിലും എന്ത് കാരണം, അതായത് ഷാരോൺ രാജ് അനുഭവിച്ച അതേ വേദന ഈ കുട്ടി ഗ്രീഷ്മ അനുഭവിക്കണം. മാത്രമല്ല ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് ഈ ഒരു പ്രവൃത്തി, ഈ കുട്ടിയുടെ ഗ്രീഷ്മ എന്ന 24-കാരിയുടെ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്നു. സ്നേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും ആരെയും ഇനി വിശ്വാസത്തോടു കൂടി സ്നേഹിക്കാൻ സാധിക്കില്ല. ഇതൊക്കെയായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. ഇത് ജില്ലാ ജഡ്ജിയുടെ വിധിന്യായമാണല്ലോ, സാംബശിവന്റെ കഥാപ്രസംഗമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കഥാപ്രസംഗത്തിലാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ശോഭിക്കും, കേൾക്കുന്നവർ കൈയടിക്കും, ക്ലാപ്സ് ഉണ്ടാവും, ഒക്കെ ശരിയാണ്. ജില്ലാ ജഡ്ജിയല്ലേ, അദ്ദേഹം ഈ കോർട്ടിട്ടിട്ടല്ലേ നീതി നടപ്പാക്കുന്നത്. അപ്പൊ നീതി നടപ്പാക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. കഥാപ്രസംഗമാണെങ്കിൽ കുഴപ്പമില്ല, നല്ല കൈയടി കിട്ടും. നാടകത്തിലാണെങ്കിൽ പോലും കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഇവർക്ക് ഇനി മുന്നോട്ടുള്ള ഒരു നിയമ നടപടിക്ക് ഏത് രീതിയിൽ പോകാൻ സാധിക്കും ഗ്രീഷ്മയ്ക്ക്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ മാത്രമേ ജില്ലാ ജഡ്ജിക്ക് അധികാരമുള്ളൂ, സെഷൻസ് ജഡ്ജിക്ക് അധികാരമുള്ളൂ. ഇതിന്റെ കേസ് കേട്ട് അപ്പം തന്നെ ഹൈക്കോടതിയിലേക്ക് അയക്കണം, ഇന്ന് തന്നെ അയക്കണം. ഹൈക്കോടതി പരിഗണിക്കും. ആ കൂട്ടത്തിൽ ഗ്രീഷ്മ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അപ്പീൽ കൂടി ചേർത്ത് പരിഗണിക്കും. അങ്ങനെയാണ് അതിന്റെ നടപടിക്രമം. അല്ലാതെ ഒരു വിധി കിട്ടിയ ഉടനെ തന്നെ ആളെ തൂക്കിക്കളയാം എന്ന് വിചാരിച്ച് നാഗർകോവിലിൽ നിന്ന് ആരാച്ചാര്യമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല.